ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിസ്സർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിസ്സർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിസ്സർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. ഇന്ന് കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എക്സാം സ്പെഷ്യൽ വീഡിയോസ് എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം, കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയം കൂട്ടുകാർ ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ 6 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് തന്നിരിക്കുന്നത്. ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, ആസ്വാദനക്കുറിപ്പ്. എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം കവിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം ഓരോ പാരഗ്രാഫിലും ഓരോ ഖണ്ഡികകളെ വിശദമാക്കി എഴുതുക. അവസാനം അതിൻ്റെ കാവ്യഭംഗി, അതുപോലെ തന്നെ ആ കവിതയിൽ എന്തൊക്കെയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്, ഇതൊക്കെ പൊതുസമൂഹത്തിന് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് ആസ്വാദനക്കുറിപ്പിനായിട്ട് കഥയല്ല, കവിതയാണ് തന്നിരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവെന്ന് പറയുന്ന കഥയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. ഈ കഥ വായിച്ചതിന് ശേഷം ഈ കഥയിൽ നിങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അമ്മുവും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്, മറ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവിടെയുള്ള ഗ്രാമീണ കാഴ്ചകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാവണം കൂട്ടുകാർ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയേ, പ്രസംഗം. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാൻ്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. മയിൽപ്പീലി സ്പർശം എന്ന കഥയിൽ മുയൽക്കുട്ടൻ പറഞ്ഞ വാക്കുകളാണിവ. പരസ്പര സ്നേഹത്തെ കാണിക്കുന്ന ഈ കഥയുടെ അടിസ്ഥാനത്തിൽ സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന് പറയുന്ന വിഷയവുമായി ആസ്പദമാക്കിയായിരിക്കണം കൂട്ടുകാർ പ്രസംഗം തയ്യാറാക്കാനായിട്ട്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു മുഖവുര വേണം. മാന്യ സദസ്സിന് നമസ്കാരം. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നോക്കാമെങ്കിൽ സ്നേഹം അന്വർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ എഴുതിയതിന് ശേഷം ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ മയിൽപ്പീലി സ്പർശം എന്ന കഥയിൽ മുയൽക്കുട്ടൻ പറയുന്ന വാക്കുകളൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാർക്ക് പ്രസംഗം പൂർത്തിയാക്കാവുന്നതാണ്. 3-4 പാരഗ്രാഫിൽ പ്രസംഗം എഴുതുക. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 3, ആത്മകഥാക്കുറിപ്പ്. കാസിമിൻ്റെ ചെരുപ്പ് എന്ന കഥയിൽ തൻ്റെ എല്ലാ നാശത്തിനും കാരണമായ ചെരുപ്പുകൾ ന്യായാധിപന് മുന്നിൽ അയാൾ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടല്ലോ. അവയുടെ ഉടമസ്ഥൻ താനല്ലെന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം അപേക്ഷിക്കുന്നു. കുറേ കാലത്തിന് ശേഷം ആ സംഭവം ആത്മകഥയായി എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. ചെരുപ്പുമായി ബന്ധപ്പെട്ട ആ സംഭവം ആത്മകഥാക്കുറിപ്പിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടാകുക, എഴുതി നോക്കും. അപ്പോൾ ചെരുപ്പുമായി കാസിമിനുണ്ടായ പ്രശ്നങ്ങളെല്ലാം ആത്മകഥാക്കുറിപ്പിനകത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് ഒത്തിരി നന്നായിട്ട് അറിയാം. കാസിമിൻ്റെ ചെരുപ്പ് എന്ന് പറയുന്ന പാഠഭാഗം മുഴുവനും അദ്ദേഹത്തിന് ആ ചെരുപ്പ് വരുത്തി വെച്ച വിനകളാണല്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി കൂട്ടുകാരൊന്ന് എഴുതുക കേട്ടോ. ആത്മകഥാക്കുറിപ്പ് എഴുതുമ്പോൾ ഞാൻ, എൻ്റെ അങ്ങനെയുള്ള വാക്കുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പ്രവർത്തനം 4, പഴഞ്ചൊൽ വ്യാഖ്യാനം. കുറിപ്പ്, പഴഞ്ചൊൽ വ്യാഖ്യാനം അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ചോദ്യം, പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക. ഒരു കുടുംബത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിന് എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒഴിവാക്കാൻ പറയുന്നത് ന്യായമാണിത്.
ഇതുപോലെ പൊന്നിരിക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം, ഉപയോഗിക്കുന്ന സന്ദർഭം തുടങ്ങിയ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. മുകളിൽ കൂട്ടുകാർക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തതിൻ്റെ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ബി ചോദ്യം. ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിന് കുറുകെ ഒരു മരം കിടക്കുന്നു. വഴിക്ക് കുറുകെ കിടക്കുന്ന വലിയ മരം എല്ലാവരും ചേർന്ന് പൊക്കിമാറ്റി. ഈ വിവരണത്തിന് ഏറ്റവും അനുയോജ്യമായ പഴഞ്ചൊല്ല് ഏതാണ്? കൂനിന്മേൽ കുരു, ഒത്തുപിടിച്ചാൽ മലയും പോരും, മുളയിലറിയാം വിള. ഏതാണ്? അതെ, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇനി അടുത്ത് നോക്കിയേ. പ്രവർത്തനം 5. കഥാപാത്ര നിരൂപണം. ഉറൂബിൻ്റെ കോയസൻ എന്ന കഥയിലെ കോയസനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? കോയസൻ്റെ രൂപം, വേഷം, സ്വഭാവ സവിശേഷതകൾ, അപ്പുവും അവൻ്റെ വീട്ടുകാരുമായുള്ള ബന്ധം തുടങ്ങിയവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് കോയസനെ നന്നായിട്ട് അറിയാമല്ലേ? അപ്പുവിൻ്റെ വീടുമായി കോയസിനുള്ള ബന്ധവും കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നമ്മൾ പഠിച്ചപ്പോൾ കോയസിൻ്റെ കഥാപാത്ര നിരൂപണം പഠിച്ചതാണ്. അപ്പോൾ കൂട്ടുകാരുടെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ടീച്ചേഴ്സ് തന്നിട്ടുള്ള എല്ലാ കഥാപാത്ര നിരൂപണങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഓരോ പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിശേഷണങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് സഹായകരമാകും. ഇനി കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം 6, പത്രവാർത്ത. ടോട്ടോച്ചാൻ്റെ സ്കൂളിൽ കൃഷിമാഷ് വന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഓർമ്മയുണ്ടല്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു. അന്നേ ദിവസം വിദ്യാലയത്തിൽ നടന്ന സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു പത്രവാർത്ത തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കാനും കൂട്ടുകാർക്ക് ചോദിക്കാവുന്നതാണ്. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഒരു തലക്കെട്ട് ആവശ്യമാണ്. വളരെ മനോഹരമായതും എല്ലാം ആകർഷണീയമാവും മറ്റുള്ളവരിൽ ആകർഷണീയവുമായ ഒരു തലക്കെട്ട് വേണം കൂട്ടുകാർ എഴുതാനായിട്ട്. അതിനുശേഷം അന്ന് നടന്ന കൃഷിമാഷ് എന്ന് പറയുന്ന കഥയിലെ കൃഷിമാഷ് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃഷിമാഷ് അവർക്ക് പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാവണം പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വളരെ ഈസി ആയിട്ടുള്ള ഒരു 6 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് ചോദിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പത്രവാർത്ത, കഥാപാത്ര നിരൂപണം, നോട്ടീസ് എഴുതാൻ, അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, പ്രസംഗം ഇതൊക്കെ എഴുതാനായിട്ട് നന്നായി പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്